മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. മിശിഹായ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, പ്രഭാത വിരുന്ന് എന്ന പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ സഹോദരങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ നിയോഗം എന്ന് പറയുക ക്രിസ്തീയ ജീവിത ചര്യയിൽ ആയിരിക്കുന്നവർ, അതിലേക്ക് ആകാനായിട്ട് ആഗ്രഹിക്കുന്നവർ, തീർച്ചയായും അവരെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ക്രിസ്തീയ ജീവിതചര്യ അതൊരു സമർപ്പണമാണ്. പലരും സമർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരും സമർപ്പിച്ചവരുമായിട്ടുള്ള എല്ലാ വ്യക്തികളെയും അവരുടെ എല്ലാ നിയോഗങ്ങളും നമ്മുടെ ഉള്ളിൽ നിറച്ചുകൊണ്ട് അവരെല്ലാം ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് ഈ പ്രഭാതത്തിൽ. അതിനായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയാണ് നമ്മുടെ മധ്യസ്ഥ. പ്രഭാത വിരുന്ന് എന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷയുടെ പ്രത്യേകമായി നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. തീർച്ചയായും പരിശുദ്ധ അമ്മയിലൂടെ മാത്രമാണ് യേശുവിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. അമ്മയിലൂടെ ക്രിസ്തുവിലേക്ക്. അങ്ങനെ നമ്മുടെ രക്ഷ കൂടുതൽ വളരാൻ നമുക്ക് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. കർത്താവിൻ്റെ വചനം ശ്രവിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. പ്രത്യേകിച്ച് ഇന്ന് എന്നോട് കർത്താവ് എന്താണ് പറയുന്നത്, എങ്ങനെയാണ് കർത്താവിൻ്റെ വചനത്തെ ഞാൻ അഭിമുഖീകരിക്കേണ്ടത്? കാരണം വളരെ വ്യത്യസ്തമായ ജീവിതമാണ് വചന ജീവിതം എന്ന് പറയുന്നത്. അതിലേക്ക് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പോൾ ഇന്ന് വചനം ശ്രവിക്കുമ്പോൾ കർത്താവേ, നിന്റെ വചനം ശ്രവിച്ച് അതനുസരിച്ച് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ തീത്തോസിന് എഴുതിയ ലേഖനം അധ്യായം 3 തിരുവചനം 1 മുതൽ 7 വരെ. ക്രിസ്തീയ ജീവിതചര്യ ഭരണകർത്താക്കൾക്കും മറ്റധികാരികൾക്കും കീഴ്പ്പെട്ടിരിക്കാനും അനുസരണമുള്ളവരായിരിക്കാനും സത്യസന്ധമായ ഏതൊരു ജോലിക്കും സന്നദ്ധരായിരിക്കാനും നീ ജനങ്ങളെ ഓർമ്മിപ്പിക്കുക. ആരെയും പറ്റി തിന്മ പറയാതിരിക്കാനും കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സൗമ്യരായിരിക്കാനും എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കാനും നീ അവരെ ഉദ്ബോധിപ്പിക്കുക. എന്നാൽ നാം തന്നെയും ഒരു കാലത്ത് മൂഢന്മാരും അനുസരണമില്ലാത്തവരും തെറ്റായ മാർഗത്തിലൂടെ നയിക്കപ്പെട്ടവരും പലതരം മോഹങ്ങൾക്കും സ്വഹേച്ഛകൾക്കും അടിമപ്പെട്ടവരും ദ്രോഹബുദ്ധിയിലും അസൂയയിലും ദിവസങ്ങൾ കഴിച്ചവരും മനുഷ്യരാൽ വെറുക്കപ്പെട്ടവരും പരസ്പരം വെറുക്കുന്നവരും ആയിരുന്നു. എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും
സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. അത് നമ്മുടെ നീതിയുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനർജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സ്നാനത്താലത്രേ. ദൈവം നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമർത്ഥമായി വർഷിച്ചത്. അവിടുത്തെ കൃപാവരത്താൽ നാം നീതീകരിക്കപ്പെടുന്നതിനും നിത്യജീവനെ പറ്റിയുള്ള പ്രത്യാശയിൽ നാം അവകാശികളാകുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യേശു ക്രിസ്തുവിൽ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതചര്യയിൽ വളരണമെങ്കിൽ ആ വളർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നാം ഒന്ന് പരിചിന്തനം നടത്തുന്നത് അല്ലെങ്കിൽ വിചിന്തനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ ദിവസം നമുക്കായിട്ട് അതിനാണ് ദൈവം നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് വളരെ വ്യക്തമായിട്ടാണ് പൗലോസ്ലീഹ തീത്തോസിന് എഴുതിയിരിക്കുന്നത്. അതായത് ഏതൊരു ജോലി ചെയ്യുന്നവനാണെങ്കിലും, ഭരണകർത്താക്കളായിക്കോട്ടെ, മറ്റ് അധികാരികളായിക്കോട്ടെ, അല്ലെങ്കിൽ അതിന് കീഴ്പ്പെട്ടവരായിക്കോട്ടെ, അവരെല്ലാം അനുസരണമുള്ളവരായിരിക്കാൻ എങ്ങനെ സത്യസന്ധമായ ഏതൊരു ജോലിക്കും സന്നദ്ധരായിരിക്കാനും നീ ജനങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് തീത്തോസിനോട് പറയുക. എന്നിട്ട് പറയുകയാണ്, ആരെപ്പറ്റിയും തിന്മ പറയാതിരിക്കാനും കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സൗമ്യരായിരിക്കാനും എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കാനും നീ അവരെ ഉദ്ബോധിപ്പിക്കുക. കാരണം നാം ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാണെങ്കിൽ പോലും ഏതൊരു മനുഷ്യനും പിശാചിൻ്റെ അടിമത്തത്തിലേക്ക് വീഴാൻ പാകത്തിനാണ് അവൻ്റെ മനസ്സ്. ഇപ്പോൾ ക്രിസ്തീയ ജീവിതചര്യയിൽ വളരുന്ന വ്യക്തിയാണെങ്കിൽ പോലും, അത് ആരാണെങ്കിലും, മാർപ്പാപ്പയാണെങ്കിലും കർദിനാളാണെങ്കിലും മെത്രാപ്പൊലീത്തയാണെങ്കിലും മെത്രാനാണെങ്കിലും വൈദികനാണെങ്കിലും സന്യാസിമാരാണെങ്കിലും അൽമായ സഹോദരങ്ങളാണെങ്കിലും ഇവരെല്ലാവരും മനുഷ്യരാണ്. ദൈവത്തിന് താഴെ നിൽക്കുന്നവർ, ഇവരാരും ദൈവമല്ല, എല്ലാവരും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പം അവിടെ അധികാരികളെന്നോ അല്ലെങ്കിൽ ഭരണാധികാരികളെന്നോ അതിന് കീഴ്പ്പെട്ടവരോ എന്നോ അല്ല പ്രധാനപ്പെട്ട. പിന്നെ എന്താണ് അവരുടെ ജീവിതചര്യ? ക്രിസ്തീയ ജീവിതചര്യ എന്ന് പറയുന്ന എല്ലാവർക്കും ഒരുപോലെ, എല്ലാവർക്കും ലഭിക്കുന്ന ആ സ്വർഗീയ കവാടം എന്ന് പറയുന്ന ഒന്നാണ്. നമ്മളെല്ലാം മനുഷ്യരാണ്. പിന്നെ എന്തിനാണ് ഈ അധികാരികളെ വെച്ചിരിക്കുന്നത്? അതായത് ഈ അധികാരികളിലൂടെ നമുക്ക് പല കാര്യങ്ങളും മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാവരോടും ഒരുമിച്ച് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. എങ്കിലും അതിനാരെങ്കിലും ഒരാൾ നയിക്കാനായിട്ട് സാധിക്കണം. നയിക്കപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരാരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായും ഇത് നന്മയിൽ നയിക്കുന്നതാണ്, ഓക്കെ നമുക്കതിലേ പോകാം. അതിന് ഏതെങ്കിലും തെറ്റായ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ അവരെ നിയന്ത്രിക്കാനും അവരെ മുന്നോട്ട് കൊണ്ടുപോകാനും അവർ തെറ്റിലൂടെ പോകുന്നവരാണെങ്കിൽ പോലും അവർ പറയുന്നത് അനുസരിക്കാനും സാധിക്കുക, അത് തീർച്ചയായും നമുക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടണം, നയിക്കപ്പെടണമെന്ന് പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എങ്ങനെയായിരിക്കണം നമ്മൾ, ആരെപ്പറ്റിയും തിന്മ പറയാതിരിക്കുക. അതായത് ഒരാൾ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ തിന്മയിലേക്ക് കടന്നുപോയി എന്ന് വിചാരിച്ച് ആ മനുഷ്യൻ ദൈവത്തിൻ്റെ മകനോ മകളോ അല്ലാതാകുന്നില്ല. പിന്നെ എന്താണ്, പിശാചിന് അടിമപ്പെട്ടു എന്ന് പറയാം എന്ന് വിചാരിച്ച് ആ മനുഷ്യൻ്റെ ജീവിതകാലം മുഴുവനും ഇവൻ തെറ്റുകാരാണ്, തിന്മക്കാരനാണ്, അല്ലെങ്കിൽ മോശമാണ് എന്ന് പറഞ്ഞ് നടക്കുക. അതാണ് തിന്മ പറഞ്ഞു നടക്കുന്നവർ മറ്റുള്ളവരെ കുറിച്ച്. അത് പാടില്ല എന്ന് പൗലോസ് വളരെ വ്യക്തമായിട്ട് തീത്തോസിനോട് പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ ഇപ്പം ഞാനാരാ ഇത് പറയാൻ? അതാരും ശ്രദ്ധിക്കുക അല്ലേ? ഞാനാരാ പറയാം? എന്നിലും ഉണ്ടല്ലേ തിന്മ, എന്നിലും ഉണ്ട് പിശാചിൻ്റെ ചില ഈ അടിമത്ത പല രീതിയിൽ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അറിയാതെ പെട്ടെന്ന് ദേഷ്യപ്പെട്ടെന്ന് വരും, അല്ലെ പലരുടെയും നന്മ ചിലപ്പോൾ നേരായിരുതി കണ്ടില്ല എന്ന് വരും. തിന്മ കാണുമ്പോൾ ചിലപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നെന്ന് വരും. അവൻ തിന്മ മാറ്റി അല്ലെങ്കിൽ നന്മയിലേക്ക് വന്നു എങ്കിൽ പോലും വീണ്ടും വീണ്ടും അവനെ കുറ്റപ്പെടുത്തുന്ന
ചില അനുഭവങ്ങൾ നമുക്കുണ്ടാവാം, മനുഷ്യരാണ്. പക്ഷേ അങ്ങനെ ആയിരിക്കരുത്. ഒരിക്കൽ സംഭവിച്ചത് വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യണം? ആ തിന്മയിൽ അകന്നു നിൽക്കാനായിട്ട് വീണ്ടും പറയുകയാണ്, എങ്ങനെയായിരിക്കണം? ഒഴിഞ്ഞു നിന്ന് സൗമ്യരായിരിക്കാൻ, എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കുക. അതായത് ഒരു വ്യക്തി തിന്മയിലേക്ക് കടന്നുപോയി, പക്ഷെ അവൻ നന്മയിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ വ്യക്തിയെ സ്വീകരിക്കാൻ, അംഗീകരിക്കാൻ സാധിക്കുമ്പോഴാണ് ക്രിസ്തീയ ജീവിതചര്യയിലേക്ക് നാം പ്രവേശിക്കുന്നത്. അല്ലെങ്കിലോ നാം മറ്റു വ്യക്തികളെ പോലെ തന്നെയാകും. ക്രിസ്തീയത നമ്മിലുണ്ടാവില്ല, ക്രിസ്തുവിൻ്റെ ആ അനുഭവം നമ്മിലുണ്ടാവില്ല. ക്ഷമിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ക്ഷമിച്ച് അവനെ സ്വീകരിക്കുക, ക്ഷമിച്ച് ആ വ്യക്തിയെ സ്വീകരിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ പറയുന്നുണ്ട്, ഒരു കാലത്ത് നാം തന്നെയും, പൗലോസ് പറയാം, നാം തന്നെയും ഒരു കാലത്ത് മൂഢന്മാരും അനുസരണമില്ലാത്തവരും തെറ്റായ മാർഗത്തിലൂടെ നയിക്കപ്പെട്ടവരും പലതരം മോഹങ്ങൾക്കും സുഖേച്ഛകൾക്കും അടിമപ്പെട്ടവരും ദ്രോഹബുദ്ധിയിലും അസൂയയിലും ദിവസങ്ങൾ കഴിച്ചവരും മനുഷ്യരാൽ വെറുക്കപ്പെട്ടവരും പരസ്പരം വെറുക്കുന്നവരുമായിരുന്നു. ഇന്നും നാം നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു ചിന്തിക്കുമ്പോൾ ഇതിൽ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. കാരണം എന്താ? മനുഷ്യൻ ഈ ലോകത്തിൻ്റെ സുഖേച്ഛകളിലേക്ക് കടന്നു പോകുമ്പോൾ, സൗകര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഈ ഒരു അവസ്ഥയിലേക്കല്ലേ കടന്നു പോകുന്ന വചനമാണ് പറയുന്നത്, ഇല്ലേ? എന്നിട്ട് പറയുകയാണ്, എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെടുമ്പോൾ, ഇത് അനുദിനം വെളിപ്പെടേണ്ട കാര്യമാണ്. ദൈവത്തിൻ്റെ സ്നേഹം, അതുപോലെ ദൈവത്തിൻ്റെ കാരുണ്യം, സ്നേഹം നിറഞ്ഞ കാരുണ്യം നമ്മിൽ വർഷിക്കപ്പെടുന്നുണ്ട്. യേശുവിൻ്റെ രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് അനുദിനം കടന്നു വരണം. ഇത് ഒരിക്കൽ കടന്നു വന്നു എന്ന് കരുതി അഹങ്കരിക്കേണ്ടവരല്ല നാം. എനിക്ക് ഈ പ്രഭാതത്തിൽ കർത്താവ് നന്മ നൽകി, രക്ഷ നൽകി, കാരുണ്യം കൊണ്ട് എന്നെ നിറച്ചു, നല്ല കാര്യമാണ് എന്ന് വിചാരിച്ച് ഞാനതിൽ അഹങ്കരിക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം പൗലോസ്ലീഹ വീണ്ടും പറയുകയാണ്, ഇത് നമ്മുടെ നീതിയുടെ പ്രവൃത്തി കൊണ്ടല്ല, ഇത് നമ്മുടെ നീതിയുടെ പ്രവൃത്തി കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലമാണ്, പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനർജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സ്നാനത്താലത്രേ. അപ്പം അനുദിനം പരിശുദ്ധാത്മാവിനാൽ നാം പുനർജീവിക്കണം. അനുദിനം ആ കാരുണ്യം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ നവീകരണത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അനുദിനം സ്നാനപ്പെടണം, അനുദിനം വിശുദ്ധീകരിക്കപ്പെടണം, തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടണം. നാം അർത്ഥം, തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ടാൽ മാത്രമേ നമുക്കുണ്ടായിരുന്ന, നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്ന പാപത്തിൻ്റെതായ ആ ചാച്ചലുകൾ, തിന്മയുടേതായ ചാച്ചലുകൾ, വെറുക്കപ്പെടുന്ന മനോഭാവം, ഇതെല്ലാം മാറണമെങ്കിൽ, ഇത് മാനുഷികമായിട്ട് എപ്പോഴും നമ്മൾ ഇങ്ങനെ ഉണ്ട്, അത് മാറണമെങ്കിൽ എല്ലാ ദിവസവും നാം കഴുകി വിശുദ്ധീകരിക്കപ്പെടണം. ഈ കാലഘട്ടം വളരെ മോശമാണ്. ഈ കാലഘട്ടത്തിൽ നാം വളരേണ്ടത് വചനത്തിൽ, കർത്താവ് നൽകിയ കുദാശകളിലൂടെ, വചനത്തിലൂടെ കൂടുതൽ ശക്തി പ്രാപിക്കുക. അല്ലാതെ ഞാൻ മറ്റുള്ളവരെ നോക്കിയിട്ട് അവൻ അങ്ങനെ ചെയ്യുന്നു, ഇവളിങ്ങനെ ചെയ്യുന്നു, എന്താണ് അവരങ്ങനെ ചെയ്യുന്നത്, ഇവരിങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ നോക്കി നാം പരിഹസിക്കാനോ മറ്റുള്ളവരെ വെറുപ്പിലേക്ക് നയിക്കപ്പെടാനോ അല്ല നാം തന്നെ മറ്റുള്ളവരെ വെറുക്കാനോ അല്ല കർത്താവ് നമ്മളോട് പറയുന്നത്. പിന്നെന്താണ്? ആ വ്യക്തിയെ നോക്കി ഈ വ്യക്തിയെ നോക്കി ജീവിക്കാനല്ല, യേശുവിനെ നോക്കി ജീവിക്കുക. യേശുവിലേക്ക് നമ്മുടെ കണ്ണുകൾ തുറക്കുക. അവനോ അവളോ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല. അവൻ തിന്മ ചെയ്യുന്നെങ്കിൽ അവൻ അങ്ങനെ ചെയ്യുന്നു, ഇവൾ തിന്മ ചെയ്യുന്നില്ല, ഇവൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവളെ മോശപ്പെടുത്താനോ അവനെ മോശപ്പെടുത്താനോ പോകാനല്ല നമ്മോട് പറയുന്നത് കർത്താവ് ഈ പ്രഭാതത്തിൽ. പിന്നെ എന്താണ് നാം ചെയ്യേണ്ട പ്രവൃത്തി? നിങ്ങൾ എന്നെ നോക്ക്, എന്നെ നോക്കി പഠിക്കാനല്ലേ കർത്താവ് തന്നെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ എന്തെങ്കിലും കാരുണ്യം കൊണ്ടോ നമ്മുടെ നീതി കൊണ്ടോ നാം ചെയ്ത പ്രവൃത്തികൾ കൊണ്ടോ ഒന്നുമല്ല നാം ആയിരിക്കുന്നത്, അല്ലെങ്കിൽ നന്മയിൽ വളരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഒന്നുകൊണ്ട് മാത്രമാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് നാം നയിക്കപ്പെടണം. അപ്പോൾ മാത്രമേ നമ്മിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന തിന്മകൾ നമ്മിൽ നിന്ന് പോകൂ. അതിനാണ് നമുക്ക് കൂദാശ നൽകിയിരിക്കുന്നത്. വെറുതെ വന്ന് ഒരു കുമ്പസാരം നടത്തി പോകാനുള്ളതല്ല കൂദാശ. കുമ്പസാരം എന്ന
അല്ലെ അനുരഞ്ജനം എന്ന കുദാശ എന്ന് പറയുന്നത്. നാം ബോധപൂർവം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ട്, കർത്താവേ, ഞാൻ പാപിയാണ്, ഞാൻ ഇന്ന തെറ്റുകളാണ് ചെയ്തിരിക്കുന്നത്, നിന്നിൽ നിന്ന്, നിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ അകന്നുപോയി, ആ സ്നേഹത്തിലേക്ക് എന്നെ നീ ചേർത്ത് നിർത്തണമേ, അതിനായിട്ട് നീ എന്നോട് ക്ഷമിച്ച് എന്നോട് കരുണ കാണിക്കണമേ എന്ന് കരുണീരോടെ പ്രാർത്ഥിച്ചാൽ മാത്രമാണ് ആ കൂദാശയിലൂടെ നമുക്ക് പാപമോചനം ലഭിക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ കരുണ ലഭിക്കും. തിരക്തത്താൽ കഴുകി നമ്മെ വിശുദ്ധീകരിക്കുന്ന നിമിഷങ്ങളാണ്. നാം അതിനായിട്ടാണ് ശ്രമിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ അതുകൊണ്ട് യേശു നമ്മോട് പറയുകയാണ്, യേശു ക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമർത്ഥമായി വർഷിച്ചത്. അതുകൊണ്ട് അവിടുത്തെ കൃപാവരത്താൽ നാം നീതീകരിക്കപ്പെടേണ്ടതിനും നിത്യജീവനെപ്പറ്റി പ്രത്യാശയെ നാം അവകാശികളാവുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെയെല്ലാം ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ആ രക്ഷയിലേക്ക് കടന്നു വരാൻ ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായും. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? തിന്മയിൽ നിന്നും അകന്നു നിൽക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവരെ ദുഷിച്ച് പറയുന്ന പ്രവണത നിർത്തുക. അവരെന്ത് വേണേലും ചെയ്യട്ടെ, ആരെല്ലാം എന്ത് കാണിച്ചിട്ടും, ക്രിസ്ത്യാനി ആയിരിക്കാം, അല്ലെങ്കിൽ ആ പറയുന്ന വ്യക്തി മെത്രാപ്പൊലിത്ത ആയിരിക്കാം, മെത്രാനായിരിക്കാം, വൈദികനായിരിക്കാം, അല്ലെങ്കിൽ സന്യസ്തനായിരിക്കാം. പക്ഷേ ആ വ്യക്തിയോട് നമുക്ക് വൈരാഗ്യം വെച്ച് പുലർത്താതെ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, അവർ പറയുന്നത് ചിലപ്പോൾ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അവരുണ്ടാകാൻ, അവരോട് ക്ഷമിക്കാൻ എനിക്ക് സാധിച്ചാൽ അപ്പോൾ മാത്രമാണ് ഞാൻ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന വ്യക്തിയായി മാറും. അതിനാണ് ഈ പ്രഭാതത്തിൽ നാം പ്രാർത്ഥിക്കാൻ പോകുന്നത്. നമുക്ക് പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അങ്ങേ നാമത്തിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പ്രത്യേകിച്ച് തിന്മ എപ്പോഴും അതിൻ്റെ അതിപ്രസരം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞങ്ങളിതാ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലേക്ക് നിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. മറ്റുള്ളവരെ കാണുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ തിന്മയുടെ വിചാരങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ വിചാരങ്ങൾ മാറ്റി, കർത്താവേ, ഈ വ്യക്തിയും ഞങ്ങളോട് ചേർന്ന് നിൽക്കേണ്ട വ്യക്തിയാണ്, അതുകൊണ്ട് ഈ വ്യക്തിയെയും ഇതാ സമർപ്പിക്കുന്നു. അവർ തിന്മയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അവരും നിൻ്റെ മക്കളാണ് എന്ന ബോധ്യത്തോടെ അവരെ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുവാനുള്ള കൃപ നീ നൽകണമേ. കാരുണ്യം കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളെയും, ആരെല്ലാം ഞങ്ങൾ അകന്നു നിൽക്കുന്നുണ്ടോ അവരെല്ലാം കർത്താവിൻ്റെ കരുണയാൽ നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരെ, സകല പുണ്യവാന്മാരെ, സകല വന്നവരെ, സകല വാഴ്ത്തപ്പെട്ടവരെ ഞങ്ങളിതാ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടിയും മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. പ്രത്യേകിച്ച് വിശുദ്ധ തോമാസ് ലിഹായ്, വിശുദ്ധ പത്രോസ് ലിഹായ്, വിശുദ്ധ പൗലോസ് ലിഹായ്, വിശുദ്ധ യോഹന്നാനെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ഭാരതസഭയിലുള്ള വിശുദ്ധരെ, വിശുദ്ധ ഗണത്തിലേക്ക് പ്രവേശിക്കുന്ന സകല വാഴ്ത്തപ്പെട്ടവരെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, നിങ്ങളുടെ മാധ്യസ്ഥം വളരെയധികം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ കരുണ ലഭിക്കാൻ പുത്രനായ തമ്പുരാനോട് നിങ്ങൾ പ്രാർത്ഥിക്കണമേ, മാധ്യസ്ഥം യാചിക്കണമേ. ഞങ്ങളെ കാക്കുന്ന കാവൽ മാലാഖമാരെ, സകല വൃന്ദം മാലാഖമാരെ, മുഖ്യദൂതന്മാരായ റഫായേൽ മാലാഖയെ, മിഖായേൽ മാലാഖയെ, ഗബ്രിയേൽ മാലാഖയെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ഇടവക മധ്യസ്ഥരായ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ പേരിന് കാരണഭൂതരായിരിക്കുന്ന വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.
തീർച്ചയായും കർത്താവ് നമുക്ക് നൽകുന്ന ഈ ആശീർവാദം ഈ ലോകത്തിൽ, ഈ ഭൂലോകത്തിലുള്ള എല്ലാവർക്കും ലഭിക്കാനുള്ളതാണ്. ആരെല്ലാം ഈ സമയം ഈ ശുശ്രൂഷയിലായിരിക്കുന്നുവോ, കാണുന്നുവോ, കേൾക്കുന്നുവോ, അവരിലെല്ലാവരിലും അതുപോലെ മറ്റുള്ളവരിലേക്കും അവരിലൂടെ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കപ്പെടാൻ, അങ്ങനെ ഈ ദിവസം മുഴുവനും കർത്താവിൻ്റെ കൃപയാൽ നിറയാൻ ഈ ശ്ലൈഹിക ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മിശിഹായ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഡിവൈൻ ഗുഡ്നസ് ടിവിയുടെ ഈ പ്രഭാത വിരുന്ന് എന്ന ശുശ്രൂഷയിലേക്ക് നാം എല്ലാവരും കടന്നു വരുമ്പോൾ ഇനിയും വളരെയധികം പേര് കടന്നു വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങളാണ് ചെയ്യേണ്ടത്. നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരിലേക്കും അറിയിക്കുക. അപ്പോഴാണ് അവർക്കും ഇത് കാണാനും കേൾക്കാനും അവരുടെ ജീവിതത്തിലേക്കും അനുഭവങ്ങളിലേക്ക് കടന്നു വരാനും ഈ ദിവസം മുഴുവനും ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കൃപയാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ മുന്നോട്ട് കടന്നു പോകുവാനും സാധിക്കുക. അതിനായി ഈ കൂട്ടായ്മയിലേക്ക് അവരെല്ലാം കൊണ്ടുവരിക. തീർച്ചയായും ഈ പ്രാർത്ഥന ശുശ്രൂഷ വളരെയധികം അനുഗ്രഹങ്ങൾ അവർക്കും ലഭിക്കും, നിങ്ങൾക്ക് ലഭിച്ചതുപോലെ തന്നെ. പ്രത്യേകം നിങ്ങളുടെ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി മരിയൻ കൂടാരത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന വളരെയധികം വ്യക്തികളുണ്ട്. അവരെയും നിങ്ങൾ ഓർക്കണമേ. തീർച്ചയായും അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. അതുപോലെ നിങ്ങളും അവർക്ക് വേണ്ടി മാധ്യസ്ഥ അയച്ച് പ്രാർത്ഥിക്കണമേ. അതുപോലെ ഈ പ്രോഗ്രാമിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വളരെയധികം പേരുണ്ട്. ഇപ്പോൾ മുന്നിൽ കാണുന്ന ഞാൻ മാത്രം, ഞാനൊന്നുമല്ല, എന്നേക്കാൾ കൂടുതൽ പ്രവർത്തിക്കുന്നവരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അവരുടെ കുടുംബങ്ങളുണ്ട്. അവരെല്ലാം ഓർത്ത് അവർക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ഈ ദിവസം തീർച്ചയായും നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ. അതിനായിട്ട് എല്ലാ അനുഗ്രഹങ്ങളും ഭാവങ്ങളും നേരുന്നു. നന്ദി. നമസ്കാരം.